നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവഭാരത ശില്പി രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷി ദിനാചരണം സമുചിതമായി ആചരിച്ചു. പൂമാലയിൽ 3 വയസ്സുകാരൻ വീടിനടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ വീണ് മരിച്ചു. മുണ്ടാട്ടുചുണ്ടയിൽ ഷാജിയുടെയും ജാൻസിയുടെയും കൊച്ചുമകൻ ധീരവ് 4 വയസ്സാണ് മരിച്ചത്. ഇടുക്കിയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളിയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ സ്വീകരിക്കുന്നത് കുണ്ടും കുഴിയുമായി കിടക്കുന്ന പാത. 2012-ൽ 33 വിദ്യാർത്ഥികൾ മാത്രം ഉണ്ടായിരുന്നതിനെ തുടർന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ഗ്രാമീണ വിദ്യാലയത്തിൽ ഇപ്പോഴുള്ളത് 450 വിദ്യാർത്ഥികൾ. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേര്യമംഗലം വനമേഖലയിൽ പകൽ റോഡിലിറങ്ങി കാട്ടാന. റോഡിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്തായിരുന്നു കാട്ടാന എത്തിയത്. വാർത്തകൾ വിശദമായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവഭാരത ശില്പി രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷി ദിനാചരണം സമുചിതമായി ആചരിച്ചു. അക്രമവർഗീയ രാഷ്ട്രീയത്തിനെതിരെ പ്രതിജ്ഞയെടുത്തു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവഭാരത ശില്പി രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു. അക്രമ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ പ്രതിജ്ഞയെടുത്തു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷത വഹിച്ചു. KPCC എക്സിക്യൂട്ടീവ് അംഗം MK പുരുഷോത്തമൻ, DCC ജനറൽ സെക്രട്ടറിമാരായ NA ബെന്നി, TJ പീറ്റർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്, ജോൺ നെടിയപ്പാല, ബോസ് തളിയഞ്ചിറ, CS മഹേഷ്, റോബിൻ മൈലാടി, S. ഷാജഹാൻ, PA ഷാഹുൽ ഹമീദ്, സണ്ണി വട്ടക്കാട്ട്, ജിജി വർഗീസ്, സോമി വട്ടക്കാട്ട്, KM ഷാജഹാൻ, OK അഷറഫ്, ഷാഹുൽ മങ്ങാട്ട്, സുനി സാബു, ജോയി കട്ടക്കയം, ബിജോയ് ജോൺ, മുനീർ CM, PS ജേക്കബ്, VG സന്തോഷ് കുമാർ, സജയ് കുമാർ, മാർട്ടിൻ ജോസഫ്, സെബാസ്റ്റ്യൻ മാത്യു, ഷെരീഫ് പാലമല, ജോർജ് താനികൽ, ബേബി വണ്ടനാനി, റോയി ജോർജ്, PP കാസിം തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നാടിന്റെ വിവിധ തലങ്ങളിലുള്ള സംസ്കാരത്തിലെ കഥയും കവിതയും കാർട്ടൂണുകളും എല്ലാം ഉൾച്ചേർന്നുകൊണ്ട് ഈ സാംസ്കാരിക മണ്ണിൽ ഇഴുകിച്ചേർന്ന മാസികയാണ് സ്വരം എന്ന് കവിയും മാധ്യമപ്രവർത്തകനുമായ KT രാജീവ്. സ്വരം മാസികയുടെ കവിതാപതിപ്പ് പ്രകാശനം ചെയ്ത് ചെറുതോണിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മുഖ്യ അതിഥിയായിരുന്നു. അക്ഷരത്തെളിവിന്റെ ആത്മസാക്ഷാത്കാരമായി ഇടുക്കി ജില്ലാ ആസ്ഥാനമായി ചെറുതോണിയിൽ നിന്നും 2 പതിറ്റാണ്ടായി പ്രസിദ്ധീകരിച്ചു വരുന്ന സ്വരം വാർത്താപതിപ്പിന്റെ കവിതാ പതിപ്പാണ് പ്രകാശനം ചെയ്തത്. ചെറുതോണി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ കവിയും മാധ്യമപ്രവർത്തകനുമായ KT രാജീവ്, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യന് മാഗസിൻ കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇഴുകിച്ചേർന്നിരിക്കുന്ന സമഗ്രമായ സമ്പൂർണമായ ആശയാവിഷ്കാരങ്ങളുടെ ആകത്തുകയാണ് സംസ്കാരം. ആ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് നാനാവിധ സാഹിത്യത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള കഥയും ചെറുകഥയും കാർട്ടൂണും എല്ലാം ഉൾച്ചേർന്നുകൊണ്ട് ഈ സാംസ്കാരിക മണ്ണിൽ ഇഴുകിച്ചേർന്ന ഒരു മാസികയാണ് സ്വരം മാസിക. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ മിനി ജേക്കബ് അധ്യക്ഷയായി. മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, MC കട്ടപ്പന അനുസ്മരണം നടത്തിയതിനൊപ്പം മുഖ്യാതിഥിയുമായിരുന്നു. 20 വർഷം ഇന്ന് നിസാമുദ്ദീൻ പൂർത്തീകരിക്കുമ്പോൾ ഏതാണ്ടൊരു കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടക്കാനുള്ള പ്രായമാണ്. അപ്പം നിസാമിൻ്റെ ഒരു കൗമാരകാലത്ത് തുടങ്ങി നിസാമിൻ്റെ ഒരു യൗവനത്തിൻ്റെ ഒരു അവസാനത്തിലെത്തി നിൽക്കുന്ന പ്രായം, നിസാമിൻ്റെ പ്രായത്തിനൊപ്പം നിസാമി സാഹിത്യ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാച്ച് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിമ്മി ജയൻ,
പ്രഭാ തങ്കച്ചൻ, TE നൌഷാദ്, വിൻസെന്റ് വള്ളാടി എന്നിവരും ജെയിൻ അഗസ്റ്റിൻ, സാജൻ കുന്നൽ, MK നവാസ്, സുരേഷ് മീനത്തേരി, ജെയിംസ് തോമസ്, അഡ്വക്കേറ്റ് NK വിനോദ് കുമാർ, കാർട്ടൂണിസ്റ്റ് KB ബാലചന്ദ്രൻ എന്നിവരും ആശംസകൾ അർപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ PN നിസാമുദ്ദീന്റെ പത്രാധിപത്യത്തിൽ 2004 ഏപ്രിൽ മാസത്തിലാണ് സ്വരം മഗസിൻ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. കേരളത്തിലെ ശ്രദ്ധേയരായ നിരവധി എഴുത്തുകാരുടെ സൃഷ്ടികൾക്ക് ആദ്യം അച്ചടിമഷി പുരണ്ടത് സ്വരം മഗസിനിലൂടെയാണ്. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പൂമാലയിൽ 3 വയസ്സുകാരൻ വീടിനടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ വീണ് മരിച്ചു. മുണ്ടാട്ടുചുണ്ടയിൽ ഷാജിയുടെയും ജാൻസിയുടെയും കൊച്ചുമകൻ ധീരവ് 4 വയസ്സാണ് മരിച്ചത്. വെള്ളിയാമറ്റം പഞ്ചായത്ത് പൂമാലയ്ക്ക് സമീപം കൂവക്കണ്ടത്ത് ചൊവ്വാഴ്ച രാവിലെ 11-നാണ് അപകടം. പൂമാലയിൽ 3 വയസ്സുകാരൻ വീടിനടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ വീണ് മരിച്ചു. മുണ്ടാട്ടുചുണ്ടയിൽ ഷാജിയുടെയും ജാൻസിയുടെയും കൊച്ചുമകൻ ധീരവാണ് മരിച്ചത്. വെള്ളിയാമറ്റം പഞ്ചായത്ത് പൂമാലയ്ക്ക് സമീപം കൂവക്കണ്ടത്ത് ചൊവ്വാഴ്ച രാവിലെ 11-നാണ് അപകടം. വല്യമ്മ കുട്ടിയെ പറമ്പിൽ നിർത്തി പശുവിനെ കെട്ടാനായി മാറി. പശുവിനെ കെട്ടിയതിനു ശേഷം നോക്കുമ്പോൾ കുട്ടിയെ കാണാനില്ല. ഇവർ ബഹളം വെച്ചതിനെ തുടർന്ന് സമീപത്ത് തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന വനിതകളെത്തി കുട്ടിയെ കുളത്തിൽ നിന്നും പുറത്തെടുത്ത് തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. ഇടുക്കിയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളിയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ സ്വീകരിക്കുന്നത് കുണ്ടുകുഴിയുമായി കിടക്കുന്ന പാത. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന പാത PWD ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രിക്ക് അടക്കം പ്രമേയം നൽകിയിരുന്നു. എന്നാൽ നടപടി ഉണ്ടായില്ല. ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാതയാണ് ദീർഘനാളുകളായി ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത്. ഹൈറേഞ്ചിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് കാഞ്ചാർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അഞ്ചുരുളി. ദിനംപ്രതി സംസ്ഥാനത്തിന് പുറത്തു നിന്നുമടക്കം നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നു. എന്നാൽ ഇവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ ആദ്യം തന്നെ സ്വീകരിക്കുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ പാതകളാണ്. മഴ പെയ്യുന്നതോടെ വെള്ളക്കെട്ടിലൂടെ വേണം അഞ്ചുരുളിലേക്ക് കടന്നു ചെല്ലാൻ. പാതയിലുടനീളം വലിയ ഗർത്തങ്ങളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. വീതി കുറവുള്ള പാത ആയതിനാലും ഏറെ ക്ലേശം സഹിച്ചാണ് സഞ്ചാരികൾ അഞ്ചുരുളി തണൽ മുഖത്തേക്ക് എത്തുന്നത്. വണ്ടി ഓടിച്ച് ഫോൺ ഉപയോഗിച്ചാലും മതി. പാത PWD ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് അധികൃതർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പ്രമേയം നൽകിയിരുന്നു. എന്നാൽ നടപടി ഉണ്ടായില്ല. നിലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലാണ് പാത. മഴക്കാലത്തിന് മുൻപേ പാത നവീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ദിനംപ്രതി ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളും നാട്ടുകാരും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള റോഡാണിത്. ഈ റോഡ് 6-7 വർഷക്കാലമായി ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ യാത്ര വളരെ ദുഷ്കരമായിരിക്കുകയാണ്. കാൽനട യാത്രക്കാർക്ക് കടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഈ റോഡ് ടാർ ചെയ്യാനും വേണ്ടത്ര സൗകര്യങ്ങൾ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. വിനോദസഞ്ചാരികൾക്ക് പുറമെ മേഖലയിലെ ആളുകളും വലിയ യാത്രാ ദുരിതമാണ് വർഷങ്ങളായി നേരിടുന്നത്. സ്കൂൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികളും ഈ ചെളിക്കുണ്ട് താണ്ടി വേണം യാത്ര ചെയ്യാൻ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 2012-ൽ 33 വിദ്യാർത്ഥികൾ മാത്രം ഉണ്ടായിരുന്നതിനെ തുടർന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ഗ്രാമീണ വിദ്യാലയത്തിൽ ഇപ്പോഴുള്ളത് 450 വിദ്യാർത്ഥികൾ. മറ്റ് ഗ്രാമീണ വിദ്യാലയങ്ങൾ കുട്ടികളില്ലാതെ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ കാപ്പ് NSS LP സ്കൂൾ വ്യത്യസ്തമായി വിജയക്കുതിപ്പിലെത്തിയിരിക്കുന്നത്. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. 2012-ൽ 33 വിദ്യാർത്ഥികൾ മാത്രം ഉണ്ടായിരുന്നതിനെ തുടർന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ഗ്രാമീണ വിദ്യാലയത്തിൽ ഇപ്പോഴുള്ളത് 450 വിദ്യാർത്ഥികൾ. മറ്റ് ഗ്രാമീണ വിദ്യാലയങ്ങൾ കുട്ടികളില്ലാതെ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ കാപ്പ് NSS LP സ്കൂൾ വ്യത്യസ്തമായി വിജയക്കുതിപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച പൊതുവിദ്യാലയങ്ങളുടെ പട്ടികയിലും രാജ്യത്തെ ആദ്യ ഹൈടെക് വിദ്യാലയങ്ങളുടെ ശ്രേണിയിലും മുൻനിരയിൽ അടയാളപ്പെടുത്തപ്പെട്ട സ്കൂളിലെ പ്രധാന അധ്യാപകനെ തേടിയെത്തിയത് 2018-ലെ മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം 2013-ലെ മോസ്റ്റ് ഇന്നോവേറ്റീവ് ഹെഡ്മാസ്റ്റർ ദേശീയ പുരസ്കാരവും. 2012-ൽ 33 കുട്ടികളിൽ നിന്ന് 450 കുട്ടികളിലേക്ക് 10 വർഷം കൊണ്ട് ഉണ്ടായ ഒരു മാറ്റം എന്താണെന്ന് വളരെ സിമ്പിളാണ്. നമുക്ക് സ്കൂളിലെ മുഴുവൻ അധ്യാപകരും മുഴുവൻ രക്ഷിതാക്കളും
കുട്ടികളും ഒരുമിച്ച് നിന്നാൽ ഈ അതിജീവനത്തിൻ്റെ ഗാഥകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു പക്ഷേ 2014-ലോ 15-ലോ പൂട്ടിപ്പോകുമായിരുന്ന ഈ സ്കൂള് ഇന്ന് ഇത്രയും കുട്ടികളെ ഇനി പ്രവേശിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള അത്രയേറെ കുട്ടികളായി ഒരു സ്കൂൾ മാറണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒറ്റയ്ക്കൊരു കാരണമുള്ളൂ. ഒരുമിച്ച് നിന്ന് ആൾക്കാർ, അധ്യാപകരും രക്ഷിതാക്കളും മാനേജ്മെൻറ്റും നാട്ടുകാരും കുട്ടികളും എല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ചാൽ എന്തൊരു പ്രതിസന്ധിയും നേരിടാൻ പറ്റുന്നുള്ളൂ. ഒരുമിച്ച് നിൽക്കുമ്പോൾ വേണ്ട ഒറ്റ കാര്യമുള്ളൂ, കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ലോകത്തിൽ പുതിയ പുതിയ സങ്കേതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിനനുസരിച്ച് അതിനോട് മാർവിരിച്ച് നിൽക്കാൻ കുട്ടികൾക്ക് പ്രാപ്തി ഉണ്ടാവണം. 10 വർഷം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടി ലോകത്തെ അഭിമുഖീകരിക്കുമ്പോൾ എന്തെല്ലാം സ്കില്ലുകൾ വേണ്ടിവരും. ആ സ്കില്ലുകൾ കൊടുക്കാനാണ് വിദ്യാഭ്യാസം, അതിനുവേണ്ടിയിട്ടാണ് വിദ്യാലയം. അപ്പോൾ അങ്ങനെ ഒരു ദൂരക്കാഴ്ചയോടുകൂടി നമ്മുടെ കയ്യിലുള്ള കരിക്കുലത്തെ എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് പുതിയ കാലത്തിലേക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നുള്ള പഠനമായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നതും ഇനി മുമ്പോട്ട് നടക്കാനുള്ളത്. പരിമിതികളിൽ വീർപ്പുമുട്ടിയ 2012 കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തെ വിശ്വസിച്ച് കുട്ടികളെ അയച്ച ചുരുക്കം രക്ഷിതാക്കൾക്ക് കാപ്പ് NSS LP സ്കൂൾ തിരിച്ചു നൽകിയത് അറിവിലും കഴിവിലും സന്നദ്ധതയിലും മിടുക്കരായ, സോഫ്റ്റ് സ്കില്ലിലും ടെക്നോളജിയിലും വൈദഗ്ധ്യം തെളിയിച്ച മക്കളെയാണ്. അന്ന് കാപ്പിൽ കുട്ടികൾ കുറവായിരുന്നുവെങ്കിലും സ്കൂളിൽ നിന്നും ക്ലാസ് കയറ്റം നേടി തിരിച്ചു പോകുന്ന കുട്ടികളെല്ലാം തന്നെ സ്മാർട്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാന തലത്തിൽ മികച്ച പ്രിൻസിപ്പലിനുള്ള അവാർഡിന് മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജ് അർഹനായി. പാഠ്യേതര വിഷയങ്ങളിൽ സ്കൂളിനെ മികച്ച നിലവാരത്തിലേക്ക് എത്തിച്ച പ്രവർത്തനങ്ങളാണ് അവാർഡിന് പരിഗണിച്ചത്. സംസ്ഥാന തലത്തിൽ മികച്ച പ്രിൻസിപ്പലിനുള്ള അവാർഡിന് മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജ് അർഹനായി. പാഠ്യേതര വിഷയങ്ങളിൽ സ്കൂളിനെ മികച്ച നിലവാരത്തിലേക്ക് എത്തിച്ച പ്രവർത്തനങ്ങളാണ് അവാർഡിന് പരിഗണിച്ചത്. കോതമംഗലം എഡ്യൂക്കേഷണൽ ഏജൻസി ഏർപ്പെടുത്തിയ അധ്യാപക അവാർഡും ഈ വർഷം ജിജി സാറിനായിരുന്നു. മികച്ച സ്കൂളിനുള്ള അവാർഡും നേടാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളിന് സാധിച്ചു. ഈ കഴിഞ്ഞ പൊതുപരീക്ഷയിൽ 95 ഫുൾ A+ നേടി ജില്ലയിൽ ഒന്നാമതെത്തിയ മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടിയായി ഈ അവാർഡ്. മെയ് 23-ന് ചേർന്ന അനുമോദന യോഗത്തിൽ അവാർഡ് ജേതാവിന് സ്വീകരണവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേര്യമംഗലം വനമേഖലയിൽ പകൽ റോഡിലിറങ്ങി കാട്ടാന. റോഡിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്തായിരുന്നു കാട്ടാന എത്തിയത്. ആന റോഡിലിറങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. വാളറ വെള്ളച്ചാട്ടത്തിന് സമീപവും പകൽ ആനയുടെ സാന്നിധ്യം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേര്യമംഗലം വനമേഖലയിൽ റോഡിൽ കാട്ടാനയുടെ സാന്നിധ്യം പതിവാകുന്നു. ഇന്ന് പകൽ കാട്ടാന വനമേഖലയിലെ റോഡിലിറങ്ങി. ഈ സമയം നിരവധി വിനോദസഞ്ചാര വാഹനങ്ങളടക്കം റോഡിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ആന റോഡിലിറങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. ആന ആക്രമണ സ്വഭാവം പുറത്തെടുക്കാത്തത് ആശ്വാസമായി. വാളറ വെള്ളച്ചാട്ടത്തിന് സമീപവും പകൽ ആനയുടെ സാന്നിധ്യം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ജനവാസ മേഖലയ്ക്ക് അരികിലും ദേശീയപാതയ്ക്ക് സമീപവുമൊക്കെ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് പ്രദേശവാസികളിലും വാഹനയാത്രികരിലുമൊക്കെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേര്യമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന കാഞ്ഞിരവേലി ഭാഗത്ത് കാട്ടാനയുടെ സ്ഥിര സാന്നിധ്യമുണ്ട്. നാളുകൾക്ക് മുമ്പ് വീട്ടമ്മ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കാഞ്ഞിരവേലിയിലായിരുന്നു. കഴിഞ്ഞ വർഷം ഇരുചക്രവാഹന യാത്രികൻ കാട്ടാനയാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇരുചക്ര വാഹനയാത്രികരടക്കം നേര്യമംഗലം വനമേഖലയിലൂടെ സഞ്ചരിക്കാറുണ്ട്. മധ്യവേനൽ അവധിക്കാലമായതിനാൽ ദേശീയപാതയിൽ വിനോദസഞ്ചാര വാഹനങ്ങളുടെ തിരക്കും കൂടുതലാണ്. ന്യൂസ് ബ്യൂറോ, നേര്യമംഗലം. ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ 7 ഷട്ടറുകൾ തുറന്നു. മഴ കനത്തതോടെ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ 7 ഷട്ടറുകൾ തുറന്നു. പെരിയാർ തടാകത്തിലെ ബോട്ട് സർവീസ് 3 ദിവസത്തേക്ക് നിർത്തിവെച്ചു. 15 ഷട്ടറുകളാണ് ഡാമിനുള്ളത്. മഴ കനത്തതോടെ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ 7 ഷട്ടറുകൾ തുറന്നു. പെരിയാർ തടാകത്തിലെ ബോട്ട് സർവീസ് 3 ദിവസത്തേക്ക് നിർത്തിവെച്ചു. 15 ഷട്ടറുകളാണ് ഡാമിനുള്ളത്. തീവ്രമഴ മുന്നറിയിപ്പ് പ്രകാരം ബുധനാഴ്ച വരെ ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ടും എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശാനുസരണമാണ് ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറന്നത്. പെരിയാർ വലിയ കനാലുകൾ തിങ്കളാഴ്ച ഉച്ചയോടെ താൽക്കാലികമായി അടച്ചു.
ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ ഭൂതത്താൻകെട്ടിൽ പെരിയാറിലെ ബോട്ട് സർവീസും 3 ദിവസത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. വൃഷ്ടിപ്രദേശത്തെ മഴയ്ക്കൊപ്പം സാമാന്യം നീരൊഴുക്കുള്ളതുകൊണ്ട് തിങ്കളാഴ്ച 4 ഷട്ടറുകൾ തുറന്നു. പരമാവധി സംഭരണശേഷി 34.85 മീറ്ററാണ്. ഇത് രാവിലെ 32.70 മീറ്ററിൽ എത്തിയതോടെയാണ് ഷട്ടർ തുറന്ന് സെക്കൻഡിൽ 3 ലക്ഷം ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയത്. സംഭരണിയിലെ ജലനിരപ്പ് കാര്യമായി താഴാതെ വന്നതോടെയാണ് വൈകിട്ട് 3 ഷട്ടറുകൾ കൂടി തുറന്ന് സെക്കൻഡിൽ 6 ലക്ഷം ലിറ്റർ വെള്ളം പുഴയിലേക്ക് ഒഴുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിന ആചരണത്തിന്റെ ഭാഗമായി കോതമംഗലത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ദേശീയോദ്ഗ്രഥന സദസ്സ് സംഘടിപ്പിച്ചു. കോതമംഗലം ഇന്ദിരാഭവനിൽ നടന്ന ദേശീയോദ്ഗ്രഥന സദസ്സിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിന ആചരണത്തിന്റെ ഭാഗമായി കോതമംഗലത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ദേശീയോദ്ഗ്രഥന സദസ്സ് സംഘടിപ്പിച്ചു. കോതമംഗലം ഇന്ദിരാഭവനിൽ നടന്ന ദേശീയോദ്ഗ്രഥന സദസ്സിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. നമ്മുടെ ഗ്രാമീണ മേഖലയുടെ വികസനം അത് ഏറ്റക്കുറച്ചിലുകളില്ലാതെ നടക്കുക എന്ന് പറയുമ്പോൾ അത് ഗാന്ധിയൻ സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ്. ഗ്രാമസ്വരാജ്, സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങൾ, അതാണ് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഗ്രാമീണ മേഖലയിൽ പട്ടിണി അകറ്റാൻ, സാധാരണക്കാരെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയണം, വനിതകളെ, സ്ത്രീകളെ ആ തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. സാമൂഹിക മുന്നേറ്റം അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ എല്ലാവരും ഒരുമിച്ചുള്ള ആ ഒരു മുന്നേറ്റമാണ് ഉണ്ടാവേണ്ടത്. അതിന് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളാണ്, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളാണ് വരേണ്ടത് എന്ന് ഒരു കാഴ്ചപ്പാടോടുകൂടി നിലപാട് സ്വീകരിച്ചത് രാജീവ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടുകളാണ് പിന്നീട് PV നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിൽ നിയമനിർമ്മാണത്തിലൂടെ, ഭരണഘടനാ ഭേദഗതിയിലൂടെ യാഥാർത്ഥ്യമായും ഇന്ന് നമ്മൾ അതിൻ്റെ എല്ലാം പ്രായോക്താക്കളായി നിലനിർത്തുന്നു എന്നുള്ളത് പ്രത്യേകമായി അനുസ്മരിക്കേണ്ടതാണ്. കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷനായിരുന്നു. മുൻ KPCC നിർവാഹക സമിതി അംഗം KP ബാബു, നേതാക്കളായ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ, MS എൽദോസ്, സിജു എബ്രഹാം, VV കുര്യൻ, ജോർജ് വർഗീസ്, MK വേണു, ഭാനുമതി രാജു, പ്രിൻസ് വർക്കി, PR അജി, PK ചന്ദ്രശേഖരൻ നായർ, എൽദോസ് കീച്ചേരി, അനൂപ് ഇട്ടൻ, MA കരീം, ജെസ്സി സാജു, CJ എൽദോസ്, ജെയിംസ് കോറബേൽ, സണ്ണി വേളുക്കര, പരീദ് പട്ടമൌടി, നോബൽ ജോസഫ്, സൈജൻ ചാക്കോ, സീതി മുഹമ്മദ്, PA പാദുഷ, സത്താർ വട്ടക്കുടി, ബിനോയ് പുളിനാട്ട്, PM നവാസ്, അലി പടിഞ്ഞാറേച്ചാലി, PT ഷിബി, ബിനു ചെറിയാൻ, അഹമ്മദ് കുട്ടി, ശശി കുഞ്ഞുമോൻ, MK സുഗു, മത്തായി കോട്ടക്കുന്നിൽ, അബ്ബാസ് അടിവാട്, ജെയ്മോൻ ജോസ്, സുരേഷ് കണ്ണോത്തുകുടി, സുരേഷ് ആലപ്പാട്ട്, ഷൈമോൾ ബേബി, വിൽസൺ ചുള്ളാപ്പിള്ളി, അമീർ അലി, അനിൽ രാമൻ നായർ, PK ലൈജു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇലക്ഷനോടനുബന്ധിച്ച് പൊളിച്ചുമാറ്റിയ കലുങ്ക് പുനർനിർമ്മിച്ചില്ല. നാട്ടുകാർ പ്രതിഷേധത്തിൽ. വിമലഗിരി പാണ്ടിപ്പാറ റോഡിൽ ചാപ്പാസിറ്റിക്ക് സമീപമാണ് കലുങ്ക് പൊളിച്ചു മാറ്റിയതോടുകൂടി റോഡ് അപകടാവസ്ഥയിലുള്ളത്. മഴ തുടരുന്നതോടുകൂടി പുഴയിൽ മലവെള്ളപ്പാച്ചിലും അതിശക്തമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഗ്രാമവികസന വകുപ്പിൽ നിന്നും അനുവദിച്ച 3.25 കോടി രൂപയോളം മുടക്കിയാണ് മരിയാപുരം, കാമാക്ഷി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 5 കിലോമീറ്റർ ദൂരം വരുന്ന വിമലഗിരി പാണ്ടിപ്പാറ റോഡ് നിർമ്മിക്കുന്നത്. 2023 നവംബർ 5-ന് നിർമ്മാണം തുടങ്ങി 2024 നവംബറിൽ പണി പൂർത്തിയാക്കണമെന്നാണ് കരാർ. എന്നാൽ നിർമ്മാണത്തിന്റെ ഭാഗമായി ചാപ്പാസിറ്റിക്ക് സമീപം ഉണ്ടായിരുന്ന കലുങ്ക് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പൊളിച്ചു മാറ്റിയെന്നും 2 മാസത്തിനുള്ളിൽ പുതിയ കലുങ്ക് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും കരാറുകാരൻ ഉറപ്പ് നൽകിയെങ്കിലും ഒന്നും നടന്നില്ല. വലിയ മലവെള്ളപ്പാച്ചിലുള്ള തോട്ടിൽ മറുകര എത്താൻ കഴിയാതെ നാട്ടുകാർ വലയുകയാണ്. നിലവിൽ പൊളിച്ചു മാറ്റിയ കലുങ്കിന്റെ ബാക്കി ഭാഗമുണ്ട്, എങ്കിലും അത് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴുന്ന നിലയിലാണ്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിലാണ്. 3 മാസമെങ്കിലൊക്കെയാണ് ഈ പാലം ഇവിടെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഈ പാലം പണിയുന്നത് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ ഇപ്പം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇപ്പം വഴിയാത്രക്കാർക്കും ഒരു രോഗിനെ കൊണ്ടുപോകാൻ ഒരു നിർവാഹമില്ല. ഒരു വണ്ടി പോകുന്ന പോലെ രാത്രിക്ക് എത്ര വണ്ടി ഇവിടെ വന്ന് ഇവിടെ നിർത്തിയിട്ട് ഞങ്ങളെ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് വെക്കും ഈ വണ്ടി, ഇവർക്ക് പരിചയമില്ലാത്ത ആൾക്കാർ വരുമ്പോൾ ഈ വണ്ടി ഇവിടെ നിന്ന് പോവുക, തിരിച്ച് അവിടെ നിന്ന് വരുന്ന വണ്ടിക്ക് കടന്നു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പാലം പണിയാതെ ഒരു രീതിക്കും മനുഷ്യർക്ക് ഇവിടെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ 10-15 ദിവസമേ ഉള്ളൂ. സ്കൂൾ വണ്ടി വരേണ്ടതാണ്. പിള്ളേരെ അങ്ങനെ കൊണ്ടുവിടും. സ്കൂളുകളിൽ കൊണ്ട് വിടാൻ പറ്റില്ല. സ്കൂൾ വണ്ടി വന്നു കഴിഞ്ഞാൽ കടന്നു പോകാൻ ഒരു നിർവാഹവുമില്ല. വലിയ വണ്ടി ഒന്നും പോകത്തില്ല. അന്നേരം ഇതിലെ 3 സ്കൂളിൻ്റെ വണ്ടി എങ്ങാണ്ട് അതിലേ പോകുന്നത്. അത്രയും പോകുമ്പോൾ ഇനിയിപ്പോൾ പിള്ളേരുടെ പഠിത്തം, നാട്ടുകാർക്ക് ഇതെല്ലാം മൊത്തത്തിൽ ഈ പാലം പണിത് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും അവസ്ഥ വളരെ മോശമാണ്. മേഖലയിലെ 100 കണക്കിന് കുടുംബങ്ങൾ 50 മീറ്ററിന് പകരം 20 കിലോമീറ്റർ ചുറ്റേണ്ട ഗതികേടിലാണ്. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
കലയന്താനി എന്ന ഗ്രാമത്തിന് മാതൃകയായി വേറിട്ട ഒരു വിജയത്തിന്റെ നവ്യ അനുഭവവുമായി സ്നേഹ എന്ന കൊച്ചുമിടുക്കി. പ്രതിസന്ധികളോടും കഷ്ടപ്പാടുകളോടും പോരാടിയാണ് +2 പരീക്ഷയിൽ സ്നേഹ ഫുൾ A+ കരസ്ഥമാക്കിയത്. വഴിയോരത്തെ ഉണ്ണിയപ്പം നിരത്തിവെച്ച ടേബിളിൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രാരാബ്ദങ്ങളും ബന്ധനങ്ങളും പേറി കച്ചവടത്തോടൊപ്പം പഠനവും ഇഴചേർത്താണ് സ്നേഹ ഈ വിജയം നേടിയത്. കഴിഞ്ഞ +2 പരീക്ഷയിൽ കലയന്താനി ഗ്രാമത്തിലെ സ്നേഹ എന്ന +2 വിദ്യാർത്ഥിനി നേടിയ ഫുൾ A+ വിജയം സമപ്രായക്കാരായ മറ്റു കുട്ടികൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. പ്രതിസന്ധികളോടും കഷ്ടപ്പാടുകളോടും പോരാടിയാണ് ഈ വിജയം സ്നേഹ കരസ്ഥമാക്കിയത്. വഴിയോരത്തെ ഉണ്ണിയപ്പം നിരത്തിവെച്ച ടേബിളിൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രാരാബ്ദങ്ങളും ബന്ധനങ്ങളും പേറി കച്ചവടത്തോടൊപ്പം പഠനവും ഇഴചേർത്ത് നേടിയ ഈ തിളക്കമാർന്ന വിജയം അക്ഷരാർത്ഥത്തിൽ ഒരു നാട് മുഴുവൻ നെഞ്ചിലേറ്റി. ഈ ജീവിത സാഹചര്യത്തിൽ 2 പെൺമക്കളുടെ പഠനത്തിനു വേണ്ടി പോരാടുന്ന ഒരമ്മ, പിതാവിന്റെ സ്നേഹം, വാത്സല്യം, സംരക്ഷണം ഒന്നുമില്ലാതെ അമ്മയുടെ ചിറകിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന 2 പെൺകുട്ടികൾ. ഈ വേദനകളെല്ലാം കടിച്ചമർത്തി 2 പെൺകുട്ടികളോടൊപ്പം വാടക വീടിന്റെ മുറ്റത്ത് ഉണ്ണിയപ്പം വിറ്റ് വെറും തുച്ഛമായ വരുമാനത്തിൽ കഴിയുന്ന അവസരത്തിലാണ് കലയന്താനി സെന്റ് ജോർജ് ഹൈസ്കൂളിൽ +2-ന് മികച്ച വിജയം സ്നേഹ കൈവരിച്ചത്. അധ്യാപകരുടെയും സഭാവൈദികരുടെയും സഹകരണത്തിൽ +2-ന് 1178 മാർക്ക് വാങ്ങി എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയത് കലയന്താനി സ്കൂളിനും ഗ്രാമത്തിനും സന്തോഷം നിറഞ്ഞതാണ് ഈ വിജയം. ഞാൻ സ്നേഹ. ഞാൻ STHS കലയന്താനിയിൽ +2 ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ ഈ വർഷം ഫുൾ A+ നേടി 98% വിജയം കരസ്ഥമാക്കി. എനിക്കിനി ഒരു HR ആവണം എന്നാണ് ആഗ്രഹം. ഞാൻ BA സോഷ്യോളജി പഠിച്ചിട്ട് HR പോസ്റ്റിലേക്ക് കയറണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എൻട്രൻസ് എഴുതുന്നുണ്ട്. പിന്നെ പല കോളേജുകളിലും അഡ്മിഷനൊക്കെ കൊടുത്തിട്ടുമുണ്ട്. ഈ വിജയത്തിന് നാനാഭാഗത്തു നിന്നും അഭിനന്ദനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. സ്വന്തമായി ഒരു കിടപ്പാടത്തിനു വേണ്ടി നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന ഒരമ്മ. നട്ടെല്ല് സംബന്ധമായ രോഗിയാണ് സ്നേഹയുടെ അമ്മ. ഞങ്ങൾ കലയന്താനിയിലാണ് താമസിക്കുന്നത്. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. ഞങ്ങൾക്ക് സഹായത്തിന് മറ്റാരുമില്ല. കുട്ടികളുടെ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ്. ഞങ്ങൾ ജീവിതമാർഗമായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്താണ് ജീവിക്കുന്നത്. ചെറിയ തോതിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി വിൽക്കുന്നു. അതിൻ്റെ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഞങ്ങളുടെ വാടക, മരുന്ന് കാര്യങ്ങൾ, അതുപോലെ കുട്ടികളുടെ പഠനം, വീട്ടു ചെലവ് എല്ലാം കഴിഞ്ഞു പോകുന്നത്. സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാടകയിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴിവാകാമായിരുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ പഠനത്തിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇച്ചിരി വ്യത്യാസപ്പെടാനും ഒരു സാഹചര്യം, ഒരു വീടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. സന്മനസ്സുള്ളവരുടെ സഹകരണവും പ്രതീക്ഷയുമാണ് ഏക ആശ്രയം. ന്യൂസ് ബ്യൂറോ, കലയന്താനി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവഭാരത ശില്പി രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷി ദിനാചരണം സമുചിതമായി ആചരിച്ചു. പൂമാലയിൽ 3 വയസ്സുകാരൻ വീടിനടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ വീണ് മരിച്ചു. മുണ്ടാട്ട് ചുണ്ടയിൽ ഷാജിയുടെയും ജാൻസിയുടെയും കൊച്ചുമകൻ ധീരവ് 4 വയസ്സാണ് മരിച്ചത്. ഇടുക്കിയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളിയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ സ്വീകരിക്കുന്നത് കുണ്ടും കുഴിയുമായി കിടക്കുന്ന പാത. ൽ 33 വിദ്യാർത്ഥികൾ മാത്രം ഉണ്ടായിരുന്നതിനെ തുടർന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ഗ്രാമീണ വിദ്യാലയത്തിൽ ഇപ്പോഴുള്ളത് 450 വിദ്യാർത്ഥികൾ. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേര്യമംഗലം വനമേഖലയിൽ പകൽ റോഡിലിറങ്ങി കാട്ടാന. റോഡിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്തായിരുന്നു കാട്ടാന എത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.